ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീ ഫുഡ് റെസിപ്പിയാണ്. സീ ഫുഡ് ടെൻഡർ കോക്കനട്ടിലാണ് ഒരു കേരള സ്റ്റൈൽ ഒരു യെല്ലോ കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ എൻ്റെ രീതികൾ വളരെ ലളിതമാണ്. അത് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ റെസിപ്പികൾ തീർച്ചയായിട്ടും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് 3 ഞണ്ട് ക്രാബ് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണിത്. ചെമ്മീൻ അതും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വേവിച്ചെടുക്കണം. കരിക്കാണ് പിന്നെ എടുക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റായ കരിക്ക്. ഒരു ഒനിയൻ ചോപ്പ് ചെയ്തത്, ഗാർലിക്ക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, കറി ലീവ്സ്, ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ഫെനൽ പൗഡർ, നട്ട്സ് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം, കുറച്ച് നേരം കുതിർത്ത് വെക്കണം. പിന്നെ സോൾട്ട്, കോക്കനട്ട് ഓയിൽ. അപ്പം നമുക്ക് ഇത് ഒന്ന് എണ്ണ ഒഴിച്ച് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്നിങ്ങനെ ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ടാണ് എടുക്കാൻ പോകുന്നത്. സവാള നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് ആഡ് ചെയ്യാം. ഇതൊക്കെ നല്ലോണം റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഫെനൽ പൗഡർ, ഉപ്പ്, ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്രാബിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഈ ടെൻഡർ കോക്കനട്ട് ഫുള്ളായിട്ട്, അതായത് വെള്ളവും മാംസളമായ ഭാഗവും പിന്നെ നട്ട്സും കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാ നമ്മളിന്ന് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. പ്രോൺസും ക്രാബിൻ്റെ ഫ്ലഷും ഒക്കെ കൂടെ കിടന്ന് നല്ലോണം മെലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിന്ന് അരച്ചെടുത്തിരിക്കുന്ന ടെൻഡർ കോക്കനട്ടിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്തങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രാബൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഫ്ലഷൊക്കെ എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഞാനിന്നിപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സീ ഫുഡ് ഇൻ ടെൻഡർ കോക്കനട്ട് കേരള സ്റ്റൈൽ യെല്ലോ കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ടിലൊക്കെയാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, സിനി ജോമൻ പുല്ലുരുത്തിക്കരിയാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനാണ് ഞാൻ ഇന്നത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരത്തിയാണ് ഇന്ന് എൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പോകുന്നത്. താങ്ക് യു. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റിയാണ്. നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.